നമുക്കറിയാം ഇന്ന് കേരളത്തെ സംബന്ധിച്ച് വലിയ സാധ്യതയാണ്. പ്രത്യേകിച്ചും ബിസിനസ് രംഗത്ത് പുതുതായിട്ട് കടന്നു വരുന്ന സംരംഭകർ ഇന്ന് ധാരാളം ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ട്. അത് വിദേശങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട്, അത് കേരളത്തിൻ്റെ പല മേഖലകളിൽ നിന്ന് വരുന്നവരുണ്ട്, ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ വന്ന് ബിസിനസ് നടത്തുന്ന ഒട്ടേറെ സംരംഭകർ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട്. ഈ ഗവൺമെൻറ് തന്നെ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ കൂടുതൽ സംരംഭകരെ ആകർഷിക്കുവാൻ പറ്റാവുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഇന്ന് കേരളത്തിൽ ആരംഭിച്ചു. 2022-23 കാലഘട്ടം എടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ തന്നെ ഗവൺമെൻറ് നേതൃത്വത്തിൽ ഏകദേശം 1 ലക്ഷം സംരംഭങ്ങൾ ഒരു വർഷം കൊണ്ട് ആരംഭിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ അത് 1,40,000-അപ്പുറത്തേക്ക് പോയ ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ 2022-23 നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പോഴും നമുക്കറിയാം ഒട്ടേറെ ബിസിനസ്സുകാർ സംരംഭകർ ഉൾപ്പെടെ നമ്മുടെ കേരളത്തിൽ വലിയ വലിയ സംരംഭങ്ങൾ കോടികൾ ചെലവഴിച്ചുകൊണ്ട് സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു വ്യവസായ മേഖലയെന്ന് നമ്മൾ എപ്പോഴും പറയുമ്പോൾ അത് നമ്മൾ ഏറ്റവും എടുത്തു കാണിക്കുന്നത് എറണാകുളം പോലെയുള്ള ജില്ലകളാണ്. ഇന്നും അവിടെ ഒട്ടേറെ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ കഴിയും. ഒരു കാലഘട്ടത്തിൽ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് നമുക്കറിയാം വിദേശങ്ങളിൽ നിന്നോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ നമ്മുടെ സംസ്ഥാനത്തേക്ക് അധികം ബിസിനസ്സുകാർ വരാറില്ല. നമ്മൾ അത്രയും പ്രോത്സാഹിപ്പിക്കാറില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ അതല്ല. സംരംഭകരുടെ ഒരു വർഷമായിട്ട് നമ്മുടെ ഈ കേരള സംസ്ഥാനത്തെ മാറ്റിയെടുക്കുവാൻ തൊഴിലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം രാജ്യത്ത് വർദ്ധിച്ചു വരുമ്പോഴും കേരളം പോലെയുള്ള സംസ്ഥാനത്ത് അത്തരത്തിലുള്ള സംരംഭകരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുവാൻ തക്ക രീതിയിൽ അവരെയൊക്കെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യമാണ് പലപ്പോഴും നമ്മുടെ മുന്നിലുള്ളത്. ഇവിടെ തന്നെ നമുക്കറിയാം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ധാരാളം സംരംഭകർ ഈ പരിപാടിയിൽ നിന്ന് പങ്കെടുക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നു. പലരും നമുക്കറിയാം അവരുടെ സമ്മാനങ്ങൾ ഉൾപ്പെടെ ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്ന് മുന്നോട്ട് പോവുകയാണ്. കേരളം എന്ന് നമ്മളൊക്കെ പറയുമ്പോഴും ആ കേരളം ഇന്ന് സ്ത്രീ ശാക്തീകരണ രംഗത്ത് നമ്പർ 1 നമ്മുടെ രാജ്യത്തിന് മാതൃകയായി മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ നമ്മുടെ കേരളത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ചെറിയ ചെറിയ സംരംഭങ്ങൾ നമ്മുടെ കുടുംബശ്രീ പോലെയുള്ള സ്ത്രീകൾക്ക് കൂടുതൽ സംരംഭങ്ങൾ കൊടുക്കുവാനും അവരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെൻറ് ഇന്ന് മുന്നോട്ട് പോകുന്നത്. പല സംരംഭങ്ങൾ നമുക്കറിയാം വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ മാത്രമല്ല സംരംഭങ്ങൾ, എല്ലാ വകുപ്പിൻ്റെ നേതൃത്വത്തിലും സംരംഭങ്ങൾ ധാരാളം തുടക്കം കുറിക്കുകയാണ്. ഇവിടെ വന്ന് ഇന്ന് ഈ സമ്മാനം ഏറ്റുവാങ്ങിയ ഒരു വ്യക്തി ഞങ്ങളുടെ ക്ഷീരവികസന വകുപ്പിൻ്റെ കിടാരി പാർക്ക് നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് എന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമുക്കറിയാം പാലിൽ സ്വയം പര്യാപ്തത കൈവരിക്കുവാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിലെ ഗവൺമെൻറ് വളരെയധികം ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഒട്ടേറെ സംരംഭകർ വരുന്നത് ഈ ക്ഷീരം മേഖലയിൽ ധാരാളം സംരംഭകർ വരികയാണ്. നമ്മുടെ ഫിലിം രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ ഈ മേഖലയിലുണ്ട്. ഞാനത് എടുത്തു പറയുവാൻ കാരണം നമുക്കറിയാം കേരളത്തിൽ ശ്രീ ജയറാം ഒരു വലിയ സിനിമാ നടനാണ്. 300ഓളം പശുക്കളാണ് അദ്ദേഹത്തിന് സ്വന്തമായുള്ള ഒരു വലിയ ഫാമാണ് അദ്ദേഹം നടത്തുന്നത്. നമ്മുടെ കേരള ഫീഡ്സിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി കേരളത്തിൽ പ്രവർത്തിക്കുന്നതും പ്രിയപ്പെട്ട ശ്രീ ജയറാമാണ് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവർ നമുക്കറിയാം ഫിലിം രംഗത്തും മാത്രമല്ല സംരംഭകത്വ രംഗത്തും അത്തരത്തിലുള്ള ഒട്ടേറെ ആൾക്കാർ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു സംരംഭകൻ്റെ ചില കാര്യങ്ങൾ എനിക്ക് കേൾക്കുവാൻ സാധിച്ചു. എന്താണ്, ഞങ്ങളുടെ കൊല്ലം ജില്ലയിൽ തന്നെ നമുക്കറിയാം ബേക്കറി രംഗത്ത് ഉയർന്നു വരുന്ന ഒരു സംരംഭകനെ ഞാൻ കണ്ടു. അവരുടെ അച്ഛൻ തുടങ്ങി വെച്ച സംരംഭങ്ങൾ ആ മകൻ ഇന്ന് തുടർന്ന് നടത്തിയപ്പോൾ കോടികളുടെ ആസ്തിയാണ് ഇന്ന് ആ പയ്യനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് നമുക്കറിയാം ചെറിയ ചെറിയ നമ്മളൊക്കെ കഴിക്കുന്ന ബേക്കറി ആഹാരങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ ഏറ്റവും നല്ല രുചിപ്രദമായിട്ട് ഇന്ന് അവർക്കത് ഇറക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇന്ന് അവർ ഏകദേശം 450 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് എറണാകുളത്ത് അവർ അതിന് തുടക്കം വീണ്ടും വലിയ സംരംഭമായി മാറ്റുവാൻ, അത് വിദേശങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുവാനുള്ള സംവിധാനത്തിലേക്ക് ഉയർന്നു വരുവാൻ ആ സംരംഭകന് കഴിയുന്നു എന്നുള്ളതാണ്.
ചെറുതായിട്ട് വീട്ടിൽ നിന്ന് തുടങ്ങി ഇന്നൊരു വലിയ സംരംഭമായിട്ട് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും അതിന് കടന്നു കയറുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഉയർന്നു വരുന്ന ധാരാളം സംരംഭങ്ങളുണ്ട്.